തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തയ്യാറാകുന്നു. കാൻഡിഡേറ്റിംഗ് സെറ്റിംഗ് ജോലികൾ ആരംഭിച്ചു. ചവറ ശങ്കരമംഗലം സ്കൂളിലെ കേന്ദ്രത്തിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. കാൻഡിഡേറ്റിംഗ് സെറ്റിംഗ് ജോലികൾ വിലയിരുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കാൻഡിഡേറ്റ് സെറ്റിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ്. ചവറ ശങ്കരമംഗലത്തെ കേന്ദ്രത്തിൽ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സന്ദർശനം നടത്തി. കാൻഡിഡേറ്റ് സെറ്റിംഗ് ജോലികൾ അദ്ദേഹം വിലയിരുത്തി. $50,607 കൺട്രോൾ യൂണിറ്റുകളും 1,37,862 ബാലറ്റ് യൂണിറ്റുകളുമാണ് ഇത്തവണ ഉപയോഗിക്കുന്നത്. ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ് പ്രവർത്തന സജ്ജമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് ജില്ലകളിലെ വിവിധ സ്ട്രോങ് റൂമുകളിൽ എത്തിച്ച് അവിടെ നിന്നും വിതരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവന്ന കാൻഡിഡേറ്റ് സെറ്റിംഗ് ജോലികൾ ആരംഭിച്ചത്. കാൻഡിഡേറ്റ് സെറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ ഇവ സൂക്ഷിക്കും. വോട്ടെടുപ്പിന്റെ തലേ ദിവസം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മറ്റ് പോളിംഗ് സാമഗ്രികൾക്കൊപ്പം വിതരണം ചെയ്യും. മെഷീൻ സെറ്റിംഗ് ആണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. വോട്ടിംഗ് യന്ത്രങ്ങളുടെ ക്രമീകരണം തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് 174 പോളിംഗ് സ്റ്റേഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള മെഷീനാണ് ഇവിടെ സജ്ജമാക്കുന്നത്. ഇതിൻ്റെ ചുമതലക്കാരനായിട്ടുള്ളത് ചവറ ബ്ലോക്കിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ, ഫിഷറീസിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അപ്പോൾ ഇവിടെ എല്ലാ പഞ്ചായത്തുകളുടെയും റിട്ടേണിംഗ് ഓഫീസേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഭരണാധികാരികളുടെ മേൽനോട്ടത്തിലാണ് ഈ മെഷീനിൽ ബാലറ്റ് പേപ്പർ ഉറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ കാൻഡിഡേറ്റ് സെറ്റിംഗ് ആണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ പുരോഗമിച്ചു വരുന്നുണ്ട്. തുടക്കത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ മെഷീനിൽ കണ്ടിരുന്നെങ്കിലും അതെല്ലാം പരിഹരിച്ചു. വലിയ പരാതികളില്ലാതെ നല്ല രീതിയിൽ ഇവിടെ പുരോഗമിച്ചു വരുന്നുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിന് മൾട്ടി പോസ്റ്റ് EVM ആണ് ഉപയോഗിക്കുക. പഞ്ചായത്തുകളിൽ ഉപയോഗിക്കുന്ന EVM-ന് ഒരു കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റുകളും ഉണ്ടായിരിക്കും. വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വെച്ചിട്ടുള്ള 3 ബാലറ്റ് യൂണിറ്റുകൾ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമങ്ങളിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. നഗരസഭകളിൽ ഒരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റുമാണ് ഉപയോഗിക്കുന്നത്. ഒരു ബാലറ്റ് യൂണിറ്റിൽ 15 സ്ഥാനാർത്ഥികളെ വരെ ക്രമീകരിക്കാം. കാഴ്ചപരിമിതിയുള്ള വോട്ടർമാർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വയം വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ബാലറ്റ് യൂണിറ്റിന്റെ വലതുഭാഗത്ത് ബ്രെയിലി ലിപിയും ആലേഖനം ചെയ്തിട്ടുണ്ട്. കാഴ്ചപരിമിതിയുള്ളവരും ശാരീരിക അവശതയുള്ളവരും രോഗബാധിതരും പ്രായമായവരുമായ വോട്ടർമാർക്ക് ക്യൂ ഇല്ലാതെ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രവേശിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.